അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം അക്കൗണ്ടിങ്ങിലെ ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ, മീനിങ്ങും. ഇത് 2-3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഡു യു മീൻ അക്കൗണ്ടിങ്? Accounting is the art of recording, classifying and summarizing in a significant manner in a terms of money transaction and events which are in part at least of financial character and interpreting the results thereof. Accounting എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടാണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈങ് ചെയ്യുന്നു, സമ്മറൈസിങ് ചെയ്യുന്നു. ഒരു മണി ട്രാൻസാക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. എവിടെ? അക്കൗണ്ടിങ്ങിൽ. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടറുള്ള എന്തെങ്കിലും ഒരു ബില്ല്, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഏതെങ്കിലും ഒരു ബില്ലോ അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷനോ മാത്രമാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള എന്തെങ്കിലും ഒരു ബില്ല് നമ്മളതിനെ റെക്കോർഡ് ചെയ്തിട്ട് ക്ലാസിഫൈങ് ചെയ്ത് അതിൻ്റെ ഡാറ്റനെ നമ്മൾ ഇൻ്റർപ്രറ്റിങ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയുക. അപ്പോൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടാണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈങ് ചെയ്യുന്നുണ്ട്, സമ്മറൈസിങ് ചെയ്യുന്നുണ്ട്. ഒരു മണി ട്രാൻസാക്ഷൻ മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഏതെങ്കിലും ഒരു ബില്ല് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ചെയ്തിട്ട് ഡാറ്റേനെ ഇൻ്റർപ്രറ്റിങ് ചെയ്ത റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും നമുക്ക് ഈ പോയിന്റുകൾ തന്നെ എഴുതാം. ഈ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഈ ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫങ്ഷൻ, ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ടു റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസിങ് മണി ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ക്യാരക്ടർ, അനലൈസ്, ഇൻ്റർപ്രറ്റർ, റിസൾട്ട്സ്, കമ്മ്യൂണിക്കേറ്റ്. ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡെഫിനിഷനും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഫങ്ഷനും ഒബ്ജക്റ്റീവ്സും ചോദിച്ചാൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ 5 പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ എല്ലാ റെക്കോർഡ്സും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അക്കൗണ്ടിങ് കാരണമാണ്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു വർഷം നമുക്ക് ബിസിനസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അക്കൗണ്ടിങ് കാരണമാണ്. ടു നോ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ കമ്പനി ഏത് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ സാധിക്കുന്നതും അക്കൗണ്ടിങ് കാരണമാണ്. ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ അക്കൗണ്ടുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ബെനിഫിറ്റ് ടു യൂസേഴ്സ്. മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്, ബയ്യേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇവരെല്ലാവരും യൂസേഴ്സാണ്. അപ്പോൾ അവർക്കെല്ലാം എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ആ ബെനിഫിറ്റ് കിട്ടുന്നത് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, ഓൺലി മണി ട്രാൻസാക്ഷൻ. നമ്മളവിടെ അക്കൗണ്ടിങ്ങിൽ ഓൺലി മണി ട്രാൻസാക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. യൂസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് റെഡ്യൂസ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. പല കമ്പനികൾ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, ഓൾസോ എബൌട്ട് പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. കഴിഞ്ഞു പോയ ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് നടക്കുന്നു എന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അങ്ങനെയൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞു പോയ ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ ചെയ്യുള്ളൂ. It provides information about the concern as well, fail to provide into product wise, activity wise. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ കൺസേൺ ബിസിനസ് ഫേം അതിനെ മൊത്തത്തിലായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുക. അല്ലാതെ പ്രൊഡക്റ്റ് വൈസോ അല്ലെങ്കിൽ ആക്ടിവിറ്റി വൈസായിട്ടോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ.
നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും 5-6 മാർക്കിന് ചോദിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതിൽ 7 പോയിൻ്റ് ഉണ്ട്. അതിൽ മിനിമം ഒരു 5 പോയിൻ്റ് എങ്കിലും പഠിച്ചിരിക്കണം. കാരണം എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു. അക്കൗണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുക. പക്ഷെ ബുക്ക് കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ അത് ഒരു കടയിൽ അപ്പപ്പം നടക്കുന്ന, ഒരു സാധാരണ കടയിൽ അപ്പപ്പം നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. നമുക്ക് ഡിഫറൻസ് നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇറ്റ് ഡിനോട്ട്സ് ആക്ച്വൽ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അതായത് സിസ്റ്റമാറ്റിക് ആയി പ്രോപ്പർ ബുക്കിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എഴുതുന്നതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിനോട്ട്സ് ദ മോർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ആണ്. ബുക്ക് കീപ്പിങ്ങിൽ വെറുതെ റെക്കോർഡ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഒരു പ്രോപ്പറായിട്ട് ബുക്ക് കീപ്പിംഗ് അവിടെ ചെയ്യുന്നില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നു. അത്രയേ ഉള്ളൂ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ക്ലിയർലി ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ക്ലിയർ ആയിട്ട് കിട്ടും. ബുക്ക് കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ ബുക്ക് കീപ്പിംഗ് ഡെറ്റ്സ് നോട്ട് റിഫ്ലക്റ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനിയാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ അവിടെ പറ്റില്ല. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു എന്നല്ലാണ്ട് നമ്മുടെ കമ്പനിയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അക്കൗണ്ടിങ് ഹാസ് വൈഡർ സ്കോപ്പാണ്. അക്കൗണ്ടിങ് ബ്രോഡിങ് നേച്ചറാണ്. അപ്പോൾ ഒരുപാട് സ്കോപ്പുകളുണ്ട്. ബുക്ക് കീപ്പിംഗ് ഈസ് എ നാരോ സ്കോപ്പ്. അക്കൗണ്ടിങ് ഹാവ് മെനി ബ്രാഞ്ചസ്, കോസ്റ്റ് അക്കൗണ്ട്, മാനേജീരിയൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് എക്സെട്ര. എന്ന് വെച്ചാൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. എന്ത് അക്കൗണ്ടിങ്ങിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ട് ഉണ്ട്, മാനേജീരിയൽ അക്കൗണ്ട്സ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെയാണ്. ബുക്ക് കീപ്പിംഗ് ഡസ് നോട്ട് ഹാവ് എനി ബ്രാഞ്ചസ് ആണ്. ബുക്ക് കീപ്പിങ്ങിൽ ബ്രാഞ്ചസോ ഒന്നുമില്ല. ഓൺലി ജസ്റ്റ് റെക്കോർഡിങ് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് സ്കില്ലാണ് അക്കൗണ്ടിങ്ങിൽ. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പഠിക്കാത്ത ഒരാൾക്ക് ആ അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ നോളേജ് ആൻഡ് സ്കില്ലാണ്. എവിടെ ബുക്ക് കീപ്പിങ്ങിൽ ഒരു സ്പെഷ്യൽ നോളേജോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്കത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ബുക്ക് കീപ്പിങ്ങിൽ. എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ബുക്ക് കീപ്പിംഗ് ചെയ്യാം. പക്ഷേ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടിങ് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ് ക്യാരീഡ് ഔട്ട് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ട്സ് ഓർ പ്രൊഫഷണൽസ്. ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വൈഡർ സ്കോപ്പാണ്. കുറേ സ്കോപ്പുകളുള്ള, അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസുകൾ വേണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉള്ള ആൾക്കാർക്ക് മാത്രം അത് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട്സ് ക്ലർക്സ് ആണ് ബുക്ക് കീപ്പിങ്ങിൽ. ഒരു അക്കൗണ്ട്സിൻ്റെ കീഴിലുള്ള ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബുക്ക് കീപ്പിംഗ് ചെയ്യാം. ഇറ്റ് ഈസ് ദ സെക്കൻഡറി സ്റ്റേജ് ആണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡറി സ്റ്റേജ് ആണ്. ബുക്ക് കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് പ്രൈമറി സ്റ്റേജ് ആണ്. കാരണം എന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈങ് ചെയ്യുന്നുണ്ട്, സമ്മറൈസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തില്ലേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈമറി സ്റ്റേജ് എന്ന് പറയാൻ, ബുക്ക് കീപ്പിംഗ് പ്രൈമറി സ്റ്റേജാണെന്ന് പറയാൻ എന്താ കാരണം, അതിൽ നമ്മൾ വെറുതെ ഒന്ന് എഴുതാനും വായിക്കാനും അറിയുന്ന ആളൊന്ന് വെറുതെ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രോസസ്സും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് 7 പോയിൻ്റ് ഉണ്ട്. മിനിമം 5 പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 5 പോയിൻ്റ് എന്തായാലും പഠിച്ചിരിക്കണം. ചാപ്റ്ററിലെ തിയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര എടുത്ത ഭാഗം മുഴുവനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ എടുത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കുക. എന്നാൽ തന്നെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് എഴുതാനും മാർക്ക് കിട്ടാനും ഒക്കെ പറ്റും.